എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഏപ്രിൽ 1-ാം തീയതി. ഇന്നും ഞാൻ ഇവിടെ കാഞ്ഞങ്ങാട് ഗുരുദേവ് നിത്യാനന്ദ ആശ്രമത്തിൽ തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ട്രെയിൻ. അപ്പം ഏപ്രിൽ 1 ഇന്ന് എന്ന് പറയുന്ന ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ വലിയ ഒരു സംഭവം ഇന്ന് നടന്നു. അതായത് ഇവിടെ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഗുരുദേവ് നിത്യാനന്ദയുടെ അമ്പലമാണ്. അപ്പം നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ 2 നിത്യാനന്ദയുടെ പ്രതിമകളുണ്ട്. രണ്ടുമേ പഞ്ചലോകത്തിൽ ചെയ്തതാണ്. ഒന്ന് ചെറുതും ഒന്ന് വലുതും. ചെറുതായിരിക്കും ഉത്സവമൂർത്തി എന്ന് പറയുന്നത്. വലുത് അവിടെ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും 4:30 നട തുറക്കും. 4:30 തൊട്ട് 5-5:15 വരെ അഭിഷേകങ്ങളാണ്. അപ്പം ഈ അഭിഷേകം കാണാൻ വേണ്ടി ഞാൻ ഇന്നലെയും വെളുപ്പാൻ രാവിലെ എണീച്ച് കുളിച്ച് ഇവിടെ വന്നിരുന്നു. അപ്പം ഇവിടുത്തെ പൂജാരി വന്നിരുന്ന ആൾക്കാർ ഒരു 4-5 ഭക്തന്മാരേ ഉള്ളൂ. അത്രയും അതിരാവിലെ എല്ലാവരും ഒന്നും വരാൻ ഒക്കത്തില്ലല്ലോ എല്ലാവരെ കൊണ്ടും. അങ്ങനെ വന്നിരുന്നവരെല്ലാം വിളിച്ച് അഭിഷേകം ചെയ്യിപ്പിച്ചു, അകത്ത് കയറ്റി. അപ്പം ഞാനിത് ഇങ്ങനെ അതിശയിച്ച് നോക്കുക. ഔട്ട്സൈഡേഴ്സിനെ വിടുവോ അകത്ത്? കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹം എന്നെ നോക്കി വന്നു, എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയ്ക്കും വേണമെങ്കിൽ ചെയ്യാമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഡബിൾ ഹാപ്പിയായി. കൊള്ളാമല്ലോ, പെണ്ണുങ്ങളെ അകത്ത് വിടുവോ? ശരി. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് എന്ന് വെച്ചാൽ ഓരോരുത്തരും ഈ കരിക്ക്, റോസ് വാട്ടർ, പനിനീര് എല്ലാം കൊണ്ടുവന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ഒരു സാധനവും കൊണ്ടുവന്നില്ല. എനിക്കിങ്ങനെ വലിയ ആൾക്കാരെ വിടും, അഭിഷേകം ചെയ്യാൻ പെർമിഷൻ കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അല്ല, അമ്മ വേണമെങ്കിൽ ശുദ്ധജലത്തിൽ വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്ന് വേണ്ട, ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞ് അഭിഷേകമെല്ലാം കണ്ടിട്ട് തൊഴുതിട്ട് ഞാനങ്ങ് പോയി. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ കരിക്കിനും പനിനീരിനും ഉള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. അപ്പം ഇന്ന് രാവിലെ 3:30 എണ്ണിച്ച് 4:15 തന്നെ കുളിച്ച് ഇവിടെ വന്നു. ഏറ്റവും ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ എനിക്ക് ഭഗവാൻ നിത്യാനന്ദ അദ്ദേഹത്തിനെ പനിനീരും കരിക്കിൻ്റെ വെള്ളവും ശുദ്ധജലവും കൊണ്ട് അഭിഷേകം നടത്താൻ എനിക്ക് അനുവാദം തന്നു. മനസ്സ് നിറയെ ഞാനും അത് അഭിഷേകം ചെയ്തു. പിന്നെ തൊഴുതു. പിന്നെ ഇപ്പം 7:30 സമയം. 7:30 ദീപാരാധന. അങ്ങനെ ദീപാരാധനയും തൊഴുതിട്ട് ഞാൻ വിചാരിച്ചു ഒരു കൊച്ചു വീഡിയോ ഇവിടെ തന്നെ അങ്ങ് എടുക്കാമെന്ന്. പക്ഷേ ഇപ്പം ഞാൻ ഇതൊക്കെ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം എല്ലാവർക്കും വിചാരിച്ച ഉടനെ കാഞ്ഞങ്ങാട് വരാനോ നിത്യാനന്ദ ആശ്രമത്തിൽ 2-3 ദിവസം നിൽക്കാനൊന്നും ഒക്കത്തില്ല. അപ്പം അവർക്കും പക്ഷേ ഇതിൻ്റെ നന്മകൾ കിട്ടണം എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടിയാണ് ഞാൻ അമ്പലത്തിൻ്റെ മുന്നേ ദീപാരാധന സമയത്തും ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. അതൊക്കെ ഇടുന്നതിൻ്റെ കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതേ ഫീലിങ്സ് കിട്ടണം. അതിനു പുറമേ ഗുരുദേവ് നിത്യാനന്ദ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടണം. എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും അദ്ദേഹം പല പല അതിശയങ്ങളെ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു അവധൂതാണ്, ഒരു ശിവൻ്റെ ഒരു അംശമായിട്ടാണ് ജനിച്ചത്. അപ്പോൾ ഭൂമിയിലുള്ള ആൾക്കാരുടെ പ്രയാസങ്ങളെല്ലാം, അസുഖങ്ങളെല്ലാം മാറ്റാനും പല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും ആണ് ഇവരൊക്കെ ജന്മം എടുക്കുന്നത്. ഈ മഹാന്കളൊക്കെ ജന്മം എടുത്ത് ഭൂമിക്ക് വരുന്നത് ഭൂമിയിലുള്ള സാധാരണ മനുഷ്യരെ നന്നാക്കാൻ വേണ്ടിയാണ്. ആ രീതിയിൽ എൻ്റെ എന്നും സ്നേഹവും പണവും ഞാൻ എൻ്റെ സ്ഥൂല ഗുരുവായ ഗുരുദേവ് നിത്യാനന്ദ സ്വാമിയുടെ പാതാരവിന്ദങ്ങളെ ഞാൻ സമർപ്പിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഗുരുദേവ് നിത്യാനന്ദ ഉടുപ്പിയിലും മറ്റു ചില സ്ഥലങ്ങളിലും നടത്തിയ അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ഇദ്ദേഹം ഇങ്ങനെ ദേശാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുക, കുറച്ച് നാൾ തങ്ങുക, അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാം നല്ലത് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നിത്യാനന്ദയുടെ പോക്ക്. അപ്പം
ഉടുപ്പിയിൽ ഒരുപാട് പേരെ അവരുടെ അസുഖങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ഉള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അസുഖങ്ങളുള്ളവർക്കെല്ലാം അസുഖങ്ങളെ മാറ്റി നല്ല രീതിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം കൊടുത്തു. അതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ കാണാം. അതായത് ഒരു ദിവസം ഒരു ഒരു സ്ത്രീ പ്രസവിച്ച് കിടന്ന മുറിയിൽ സ്വാമി നിത്യാനന്ദ പെട്ടെന്ന് കയറി. അപ്പം അക്കാലത്തൊക്കെ പ്രസവത്തിന് ഒരു മുറി തന്നെ വെച്ചേക്കും. അതിനകത്ത് ആണുങ്ങൾക്ക് പ്രവേശനമില്ല, ഭർത്താവ് പോലും അതിനകത്ത് കയറരുതെന്നാണ്. അങ്ങനെയുള്ള ഒരു മുറിയിൽ പെട്ടെന്ന് സ്വാമി നിത്യാനന്ദ കയറിയപ്പോൾ ആ വീട്ടിലുള്ളവർക്കെല്ലാം ഭയങ്കര ഷോക്ക്. എന്തുവായത്. അപ്പം പക്ഷേ നിത്യാനന്ദ ഇതിലൊന്നും ചഞ്ചലമില്ല, ഇതിലൊന്നും കണ്ടും കേട്ടും ഒന്നും ഒരു ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് ആ ന്യൂ ബോൺ ബേബി, ആ അപ്പം ജനിച്ച കുഞ്ഞിനെ കയ്യിലെടുത്ത് അതിൻ്റെ ബൊക്കിളിൽ നിന്ന് ആ കൊടി വരുമല്ലോ, അംബ്ലിക്കൽ കോഡിൻ്റെ ബാക്കി, മുറിച്ചതിൻ്റെ ബാക്കി, അതിനെ നിത്യാനന്ദയുടെ വായി കൊണ്ട് പിടിച്ച് കടിച്ച് വെളിത്തുപ്പി. അപ്പം സ്വാമി നിത്യാനന്ദ പറഞ്ഞതാ, എത്രയോ കുഞ്ഞുങ്ങൾ ഈ സ്ത്രീക്ക് ജനിച്ചു, അതെല്ലാം മരിച്ചു, പക്ഷേ ഈ കുഞ്ഞ് ഇനി മരിക്കത്തില്ല. ഓക്കെ, ഈ കുഞ്ഞ് നല്ല ഒരു ആളായിട്ട് വളരും, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് നല്ല വാക്ക് പറഞ്ഞിട്ടാണ് പോയത്. അതുപോലെ ഈ ഉടുപ്പിൽ തന്നെ ഒരു വലിയ ജമീനുണ്ടായിരുന്നു. ഈ ജമീനിന് സ്വാമി നിത്യാനന്ദ അവിടെ നിൽക്കുന്നതും അവിടെ ആ പരിസരത്തൊക്കെ വരുന്നതും പോകുന്നതും ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ നിത്യാനന്ദയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ അന്നദാനം ചെയ്യുന്നത്. അപ്പം ഈ ജമീൻ്റെ മോനുണ്ടല്ലോ, ഇഷ്ടംപോലെ കാശ്, അച്ഛൻ്റെ കാശായിരിക്കും, എടുത്തുകൊണ്ട് വന്ന് അന്നദാനം ചെയ്യും. അത് ജമീനിന് ഇഷ്ടമല്ല, അതാണ് മെയിൻ കാരണം. അപ്പം ജമീൻ നമ്മുടെ സ്വാമി നിത്യാനന്ദയെ കൊല്ലാൻ പ്ലാൻ ചെയ്തു. അപ്പം 2 മുസ്ലിം ആളുകളെ പിടിച്ച് എങ്ങനെയെങ്കിലും ഇയാളെ കൊല്ലണം എന്ന് പറഞ്ഞ് എല്ലാ ഏർപ്പാടും ചെയ്തു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ തിണ്ണയിലായിരിക്കും ഇരിക്കുന്നത് നിത്യാനന്ദ. അങ്ങനെ സ്വാമിയെക്കുറിച്ച് ചുറ്റിലും കുറച്ച് ആൾക്കാർ, ഭക്തന്മാരിരിക്കും. ഒരുപാടൊന്നും സംസാരിച്ചില്ലെങ്കിലും ഭക്തന്മാർക്ക് സ്വാമി നിത്യാനന്ദയുടെ അടുത്തിരിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു പവറാണല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയവരെല്ലാം ചുറ്റിലും പറ്റിലും നിൽക്കും. അപ്പം പെട്ടെന്ന് സ്വാമി നിത്യാനന്ദ അവിടുന്ന് എണീച്ച് ഓടി, ഏതോ ഒരു തെരുവിൽ കൂടെ അങ്ങ് ഓടി മറയാൻ നോക്കി. അപ്പം ഇതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യമാണ്. എന്നാലും ചിലരുടെ മനസ്സിൽ തോന്നി, അല്ല, നമുക്ക് സ്വാമി എവിടാ പോകുന്നതെന്നുള്ളത് അറിയണം, എവിടാ പോകുന്നത് എന്ന് കാണണം എന്ന് പറഞ്ഞ് സ്വാമിയുടെ പുറയിൽ ഓടി. അപ്പോഴാണ് ഈ പുറകെ ഓടിയവർക്ക് മനസ്സിലായത് 2 പേര് സ്വാമി നിത്യാനന്ദയെ കൊല്ലാൻ കത്തിയും വാളും കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ ഒരുത്തൻ സ്വാമി നിത്യാനന്ദയെ നോക്കി വെട്ടാൻ വേണ്ടി ഇങ്ങനെ കൈ ഉയർത്തി, വാളും പിടിച്ച് കൈ ഉയർത്തിയപ്പോഴത്തേക്ക് അവൻ്റെ കൈ അങ്ങനെ നിന്നുപോയി. അങ്ങനെ നിന്നു. അവനാണെങ്കിൽ ഭയങ്കര വേദന, അവൻ വേദന കൊണ്ട് പിടയ്ക്കാൻ തുടങ്ങി. പിന്നെ അവർ 2 പേരും പിന്നെ ഉടനെ എല്ലാവരും വന്നു. അവിടെ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. പോലീസിനെ വിളിച്ചു, പോലീസ് വന്നു. പോലീസ് ഈ 2 മുസ്ലിം ആൾക്കാരെയും കൊണ്ടുപോയി ജയിലിലിട്ടു. പക്ഷേ അയാൾക്ക് കൈ പൊക്കിയത് കൊണ്ട് കൈ താക്കാൻ വയ്യ, ഭയങ്കര വേദന. പിന്നെ കുറച്ച് കഴിഞ്ഞ് സ്വാമി നിത്യാനന്ദ തന്നെ വന്ന് അയാളുടെ കയ്യെ പിടിച്ച് ഇങ്ങനെ താത്തു. അപ്പോഴാണ് താക്കാൻ പറ്റിയത്. അതിനു മുമ്പ് എത്രയോ പേര് ശ്രമിച്ചിട്ടും അത് പറ്റിയില്ല. പിന്നെ ഇവരെ ജയിലിൽ ഇട്ടു എന്ന് അറിഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പം സ്വാമി നിത്യാനന്ദ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ഒറ്റയിരുപ്പ്. അവർ 2 പേരെയും നിങ്ങൾ വിടണം. എന്നുവെച്ചാൽ അവർ 2 പേരും മനഃപൂർവ്വം ചെയ്തതല്ല, ഇത് ജമീൻ്റെ പ്രേരണയിൽ നടന്നതാണ് എന്ന് പറഞ്ഞ് അവർ 2 പേരെയും റിലീസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ അവർക്ക് അവരുടേതായ പ്രൊസീജിയർ ഉണ്ടല്ലോ. അവർ പറഞ്ഞു ഞങ്ങൾ പറ്റൂല, ചെയ്യൂല എന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം സ്വാമി നിത്യാനന്ദ ഒറ്റ ഇരുപ്പ് പോലീസ് സ്റ്റേഷൻ്റെ വാതിൽക്ക്, ഒന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ ഒറ്റ ഇരുപ്പ് ഇരുന്ന് 3-ാമത്തെ ദിവസം പോലീസ് അവന്മാർ 2 പേരെയും വിട്ടു.
അങ്ങനെയാണ് നിത്യാനന്ദ അവിടുന്ന് വെളിയിൽ വന്നത്. അപ്പം നമ്മളെ കൊല്ലാൻ വരുന്നവനെയും ക്ഷമിച്ച് അനുഗ്രഹിച്ച് അയക്കുന്നതാണ് സ്വാമി നിത്യാനന്ദയുടെ രീതി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ മഹാനെന്നും അവധൂതെന്നും പറയുന്നത്. ഓക്കെ. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഉടുപ്പി തന്നെ നടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഗർഭിണിയായ ഒരു കരുനാഗപ്പാമ്പ് സ്വാമി നിത്യാനന്ദ അടുത്ത് വന്നു. അതിന് ഭയങ്കര വേദന, സഹിക്കാൻ വയ്യാത്ത വേദന. അപ്പം സ്വാമി നിത്യാനന്ദ അതിൻ്റെ വയറ്റിനെ ഇങ്ങനെ തടവി കൊടുത്തതോടുകൂടി അതിൻ്റെ വേദന മാറി അത് എവിടോ കാട്ടിനകത്ത് കയറി ചെന്നു, രക്ഷപ്പെട്ടു. അതേപോലെ കാഞ്ഞങ്ങാടിലും ബോംബെയിലുള്ള ഗണേഷ്പുരിയിലും ഈ ഗുഹകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗുഹകളൊക്കെ ഉണ്ടാക്കുമ്പം ഒരുപാട് പാമ്പുകൾ സ്വാമി നിത്യാനന്ദയെ തേടി വരും. അപ്പോൾ സ്വാമി നിത്യാനന്ദ അവരുടെ അടുത്തൊക്കെ സംസാരിക്കും. ആളുകളൊക്കെ നിങ്ങളെ കണ്ട് പേടിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അങ്ങ് പോ എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊക്കെ ആ പാമ്പുകളൊക്കെ മിണ്ടാതെ കാട്ടിനകത്ത് പോയി മറയും. അപ്പം ഒരു പാമ്പ് അതിൽ അങ്ങനെ സ്വാമി നിത്യാനന്ദ അടുത്ത് വന്നപ്പം സ്വാമി പറഞ്ഞു, നീ പറന്നു പോയി ഇവിടുന്ന് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ആ പാമ്പ് പറന്ന് കാട്ടിനകത്തോട്ട് പോയി. അപ്പം ഇതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഇതിന് അതിശയം എന്നല്ലാതെ വേറെന്ത് പറയും. ചില പാമ്പുകൾ സ്വാമി നിത്യാനന്ദയുടെ അടുത്ത് വരും, എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകും, അത് വന്ന വഴിയേ പോകും. അപ്പം ആൾക്കാരിങ്ങനെ ചോദിക്കുമ്പം പറയും, അത് പാമ്പുകളൊക്കെ മന്ത്രം ചൊല്ലിയിട്ടാണ് പോന്നേ, അവർക്കറിയാവുന്ന മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് പോന്നേ എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈശായിലെ സദ്ഗുരു പറഞ്ഞും കേട്ടിട്ടുണ്ട്. അവിടെ സദ്ഗുരു മൈസൂരിൽ ചാമുണ്ഡി ഹിൽസിൽ ദിവസം ഉച്ചയ്ക്ക് പോയിരുന്ന് ധ്യാനിക്കും. ഒരേ സ്ഥലത്താണ് സ്ഥിരം പോയിരുന്ന് ധ്യാനിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് കണ്ണ് തുറന്ന് 2-3 മണിക്കൂർ ധ്യാനം കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പം ചുറ്റിലും പാമ്പുകളായിരിക്കും. അപ്പം സദ്ഗുരു പറഞ്ഞിട്ടുണ്ട്, പാമ്പുകൾക്ക് നമ്മളെ ഉപദ്രവിക്കണമെന്നുള്ള ഒരു വിചാരമല്ല, നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പോകുമ്പോഴാണ് അവർ പടമെടുക്കുന്നതും കൊത്താൻ വരുന്നതും. അല്ലെങ്കിൽ അവർക്ക് ഈ നമ്മുടെ മനസ്സിൻ്റെ വൈബ്രേഷൻ പാമ്പുകൾക്ക് നല്ലപോലെ അറിയാം. എങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നിലത്തിലുള്ള വൈബ്രേഷൻ അവർക്ക് മനസ്സിലാകുന്നു, അതുപോലെ ഒരു ശാന്തതയോട് നമ്മൾ ധ്യാനിക്കുക എന്നൊക്കെ അറിയുമ്പം അവർ നമ്മളെ ഉപദ്രവിക്കത്തില്ല. പക്ഷെ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ സാന്നിധ്യം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് സദ്ഗുരു വരുമ്പം ചുറ്റിലും കുറേ പാമ്പുകൾ കാണും. സദ്ഗുരു എണ്ണിച്ച് പോകുമ്പോൾ അവരെ എണ്ണിച്ച് പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പാമ്പിനും ഈ ധ്യാനത്തിനും ഒരുപാട് തുടർബുള്ള കണക്ഷനുണ്ട്. അതാണ്. അതുപോലെ നേരത്തെ നമ്മൾ കണ്ട പോലെ സദ്ഗുരുവിനും അനിമൽസിൻ്റെ കൂടെ പ്രാണികളോടുകൂടെ ഒരുപാട് സ്നേഹമാണ്. അപ്പം ഒരു പ്രാവശ്യം ഒരു വീട്ടിലെ സ്വാമി നിത്യാനന്ദ കയറി ചെന്നു. ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ ഒരു നല്ല കൂടൊക്കെ ഉണ്ടാക്കി അതിനകത്തൊരു കിളിയെ വളർത്തുകൊണ്ട് വന്നു. ആ കിളിയാണെങ്കിൽ നല്ലപോലെ സംസാരിക്കുന്ന കിളിയാണ്. അതുകൊണ്ട് തന്നെ ഉടമസ്ഥന് ഭയങ്കര കാര്യമാണ്. അപ്പം സ്വാമി നിത്യാനന്ദ ആ വീട്ടിൽ പോയപ്പം കിളി സ്വാമി നിത്യാനന്ദ എടുത്ത് അതിൻ്റെ കഥയെല്ലാം പറഞ്ഞു, കുറേ സംസാരിച്ചു. അത് കേട്ട് പിന്നീട് ഉടമസ്ഥനെ സ്വാമിയെ വിളിച്ചിട്ട് ഈ കിളിയെ വെളിയിൽ വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാമി നിത്യാനന്ദ പറഞ്ഞാൽ പിന്നെ അതിന് മേളിൽ അപ്പീലില്ല. ഉടൻ തന്നെ ഉടമസ്ഥൻ കൂണ്ടിനെ തുറന്ന് കിളിയെ വെളിയിൽ വിട്ടു. ആ കിളിയാണെങ്കിൽ 3 പ്രാവശ്യം സ്വാമി നിത്യാനന്ദയെ വലം വന്ന് പാദത്തിൽ നമസ്കരിച്ച് പാദത്തിൽ ഉമ്മ കൊടുത്തിട്ടാണ് ഒറ്റ അടിക്കങ്ങ് പറന്നുപോയത്. അതുപോലെയാണ് ഒരുപാട് കാര്യങ്ങൾ. ഗണേഷ്പുരിയിലെ ഈശ്വരൻ കോയിൽ എന്നൊരു അമ്പലമുണ്ട്. അവിടെ ഒരു വലിയ കാള ഉണ്ടായിരുന്നു. അപ്പം ആ കാള മരിച്ചപ്പം ആ കാളയെ അടക്കം ചെയ്ത് അവിടെ ആ സ്ഥലത്തിന് നന്ദി സമാധി എന്ന് പേരിട്ടു. അപ്പം എല്ലാ മഹാന്കളും ഇതുപോലെ ആളുകളുടെ അസുഖം മാറ്റുക,
ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്തു കൊടുക്കുക. അങ്ങനെ പല പല നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ വേറൊരു കാര്യമാണ് ഈ പക്ഷികൾക്കും പശുക്കൾക്കും ആട്ടിനും കിളിക്കും പ്രാക്കൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ രമണ മഹർഷിയുടെ ബുക്കിലുമുണ്ട്, നമ്മൾ കേട്ടിട്ടുമുണ്ട്. അവിടെ ലക്ഷ്മി എന്നൊരു പശു ഉണ്ടായിരുന്നു. രമണ മഹർഷിയാണെങ്കിൽ ആ പശുവിനെ അമ്മയ്ക്ക് തുല്യമായിട്ടാണ് സ്നേഹിച്ചത്. അപ്പം ആ പശു മരിച്ചപ്പം പശുവിനെ അടക്കം ചെയ്ത് അവിടെ ഒരു സ്മാരകം തന്നെ ഉണ്ടാക്കി. അപ്പം അതാണ് പറയുന്നത്, ഈ മഹാന്കളിലൊക്കെ അത്രയ്ക്ക് ഒരു അതായത് അവധൂത് എന്ന് പറയുമ്പം അവർക്ക് അവരുടെ ഉള്ളിലുള്ള ആത്മാവാണ് ബാക്കി എല്ലാ ജന്തുക്കളിലും ഉള്ളത് എന്നുള്ള ഒരു ഒരു ഇത് മനസ്സിലാകുന്നുണ്ട്. അപ്പം അവർക്ക് വെയിറ്റ് കൃത്യമില്ല. ഇത് തെരുവിലെ പട്ടിയാണ്, ഇത് അവിടെ അഴുക്കുള്ള പൂച്ചയാണ്, അല്ലെങ്കിൽ ഇതങ്ങനെയാണ്, എല്ലാത്തിനെയും ഒരുപോലെ കാണുന്ന ഒരു ശക്തി അവർക്കേ ഉള്ളൂ. പിന്നെ ഉടുപ്പിയിൽ നിന്ന് പാടുപിത്രി എന്നുള്ള ഒരു സ്ഥലത്തേക്ക് വന്നു. അവിടെയും ഇവരൊക്കെ എവിടെ പോയാലും അവരെ എതിർക്കാനും കുറച്ച് ആൾക്കാർ കാണും, അവരുടെ കൂടെ ഭക്തന്മാരായിട്ട് നടക്കാനും അവരെ സഹായിക്കാനും ആൾക്കാർ കാണും. അപ്പം ഈ പാടുപത്രിയിൽ പോയി കുറച്ച് നാൾ താമസിച്ചു. അപ്പം ഒരുത്തൻ ഒരു വെള്ള തുണിയെടുത്ത് അതിനകത്ത് മണ്ണെണ്ണയിൽ ആ തുണിയെ മുക്കി സ്വാമിയുടെ കയ്യിൽ കെട്ടി അതിന് തീ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പം അവനാണ് അവിടെ പിടച്ച് വീണത്. അല്ലാതെ സ്വാമി നിത്യാനന്ദയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. ഇതുപോലെ നമ്മൾ ഒരുപാട് മഹാന്കളുടെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകും. അതായത് ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ, അതായത് സദാശിവ ബ്രഹ്മേന്ദ്രാൾ എന്നുള്ള ഒരു ജ്ഞാനിയാണ്. അപ്പം ഒരു സമയം ഈ ഒരു വ്യവസായി അവൻ്റെ നിലത്തിൽ ഈ കലപ്പ കൊണ്ട് മിതിച്ച് ഉഴുതു മറിച്ചുകൊണ്ടിരുന്നു. അപ്പം കലപ്പയിൽ ബ്ലഡ് കണ്ടപ്പം അപ്പം ഇതിൻ്റെ അടിയിൽ, ഭൂമിയുടെ അടിയിൽ എന്തോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ തോണ്ടി നോക്കിയപ്പോഴാണ് ഒരു മനുഷ്യ ജീവി അവിടെ ഇരിക്കുന്നത്, ധ്യാനത്തിലിരിക്കുന്നത് കണ്ടത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഈ സദാശിവ ബ്രഹ്മേന്ദ്ര ആൾ തന്നെയാണ്. അപ്പം നിലത്തിനകത്ത് കയറി ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇത് അയാൾക്ക് അറിഞ്ഞില്ല, കലപ്പയും കൊണ്ട് ഉഴുതുകൊണ്ട് പോയി. അപ്പം തലയിലാണ് തലയിൽ കൂടെയാണ് രക്തം, ആ കലപ്പയുടെ കൂർത്ത ഭാഗം തലയോട്ടിൽ ഡാമേജ് ആക്കി അവിടുന്നാണ് രക്തം വന്നത്. കുറച്ച് കഴിഞ്ഞപ്പം ഒന്നും നടക്കാത്ത പോലെ, ഒന്നുമേ സംഭവിക്കാത്ത പോലെ സ്വാമി ബ്രഹ്മേന്ദ്രാൾ എണിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോഴാണ് ദേഹത്തൊന്നും തുണിയില്ല, തുണിയൊന്നുമില്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പം അതിന് വലിയ എതിർപ്പായിരുന്നു അവിടെ നേരത്തെ. എന്നുവെച്ചാൽ എല്ലാ തെരുവഴിയും സ്വാമി ബ്രഹ്മേന്ദ്രാൾ നടക്കുമ്പം മിക്കവാറും തുണിയൊന്നും കാണത്തില്ല. അപ്പം അതിന് വലിയ എതിർപ്പായിരുന്നു. അങ്ങനെ ആളുകൾ അവിടുത്തെ നവാബിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്ത് നവാബ് ബ്രഹ്മേന്ദ്രാളിൻ്റെ കയ്യെ വെട്ടാൻ ഓർഡർ ഇട്ടു. അങ്ങനെ ഒരുത്തൻ പോയി വലത് കയ്യെ വെട്ടി, ഷോൾഡർ ഈ തോളത്ത് വെച്ച് വലത് കയ്യെ വെട്ടിയപ്പം കൈ താഴെ വീണു. ബ്രഹ്മേന്ദ്രാൾ ഒന്നും നടക്കാത്ത പോലെ നടന്നു പോകും. ഇത് കണ്ടപ്പോഴാണ് നവാബിന് മനസ്സിലായത്, ഇത് സാധാരണപ്പെട്ട മനുഷ്യനല്ല, ഇതൊരു ജ്ഞാനിയാണ്, ഇതൊരു മഹാനാണ് എന്ന്. അങ്ങനെ നവാബ് തന്നെ ഈ താഴെ വീണ് വലത് കൈയും പൊക്കിക്കൊണ്ട് പുറകെ ഓടിപ്പോയി മാപ്പ് ചോദിച്ച് കൊടുത്തപ്പം ബ്രഹ്മേന്ദ്രാൾ പറഞ്ഞു വെച്ചോ എന്ന് പറഞ്ഞു. വെച്ചു, കൈ ഒട്ടി തിരിച്ച് നടക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെയാണ് പറയുന്നത് സ്ഥിതിപ്രജ്ഞൻ എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ഒരു സമനില മാറാതെ എന്നും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മനോഭാവത്തിലാണ് ഇരിക്കുന്നത്. ആളുകൾ നമ്മളെ പുകഴ്ത്തിയാലും വെട്ടിക്കൊല്ലാൻ വന്നാലും അവർക്ക് രണ്ടുപേരും തുല്യരാണ് എന്നുള്ള. അതുപോലെ തന്നെയാണ് സ്വാമി നിത്യാനന്ദയും പല സ്ഥലത്തും
ഈ ഈ സ്ഥിതിപ്രജ്ഞൻ എന്നുള്ള ഈ അവധൂതിൻ്റെ കാര്യങ്ങളെയാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, കർണാടകയിൽ സൂറത്കൽ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു നദി ഓടുന്നു. അപ്പം അവിടെ ഒരു തയ്യക്കാരനുണ്ട്. ആ തയ്യക്കാരനാണ് സ്വാമിക്ക് വേണ്ടി ലങ്കോടൊക്കെ തച്ചു കൊടുക്കുന്നത്. അപ്പം സ്വാമിജിയും എപ്പോഴും ആ തയ്യക്കാരൻ്റെ കടയിൽ പോയിരിക്കും. അപ്പം ഒരു ദിവസം സ്വാമിജിയെ അവിടെ വൈകുന്നേരം ആയപ്പോൾ എവിടെയും കാണുന്നില്ല. അപ്പം ഈ രാത്രിയായിട്ടും കാണുന്നില്ല. അപ്പം ഈ തയ്യൽക്കാരൻ സ്വാമിജിയെ തേടിപ്പോയി. പോയപ്പം സ്വാമിജി അവിടെ ഒരു നദിയുണ്ട്. ആ നദിയിൽ നടന്നു പോന്നു. നദിയുടെ മേതെ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു. അപ്പോൾ അത് തന്നെ കണ്ട് ഇവനിങ്ങനെ അതിശയിച്ച് നിൽക്കുക. അപ്പോഴത്തേക്ക് കര കടന്നു അക്കരെ പോയി. അവിടെ രാത്രിയ ഹനുമാന്റെ കൂടെ സ്വാമി നിത്യാനന്ദ നിന്ന് സംസാരിക്കുന്നത് ഇവൻ കണ്ടു. ഈ തയ്യൽക്കാരൻ കണ്ടു. രണ്ടുപേരും കൂടെ കുറേ നേരം നിന്ന് സംസാരിച്ചിട്ട് അവരങ്ങ് പോയി. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് അവന് സഹിക്കാൻ വയ്യ. അവൻ വീട്ടിൽ ഓടി ഭാര്യ എടുത്ത് കാര്യം പറയാനായിട്ട്. വീട്ടിൽ പോയ ഉടനെ അവൻ്റെ തോളത്ത് ഒരു കൈ. തിരിഞ്ഞു നോക്കിയപ്പം സ്വാമി നിത്യാനന്ദ നിൽപ്പുണ്ട്. അപ്പോൾ സ്വാമി അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ രാത്രി കണ്ട കാര്യം ആരെടുത്തും പറയരുത് എന്ന് പറഞ്ഞിട്ട് സ്വാമി നിത്യാനന്ദ അവിടുന്ന് അങ്ങ് മറഞ്ഞുപോയി. ഇവനൊരു 3 ദിവസം അതിനെ വളരെ പ്രയാസപ്പെട്ട് മനസ്സിൽ അടക്കി വെച്ചിരുന്നു. 3-ാമത്തെ ദിവസം ഇവന് പറയാതിരിക്കാൻ പറ്റിയില്ല. അവൻ്റെ ഭാര്യയെ എടുത്ത് കാര്യം പറഞ്ഞു. അതോടുകൂടി അവന് അസുഖം വന്ന് പ്രജ്ഞയില്ലാതെ ഭ്രാന്തെടുത്താണ് അതിന് പിന്നെ നടന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗുരു നമുക്കൊന്ന് പറഞ്ഞാൽ അതിനെ ശിരസാ വഹിച്ച് അനുസരിക്കണമെന്നാണ്. അതുപോലെ ഒരു കുതിരവണ്ടിക്കാരൻ സ്വാമിജിയെ അടിക്കാൻ വന്നു. കുതിര അടിക്കുന്ന ചാട്ട കൊണ്ട് സ്വാമിജിയെ അടിച്ചു. പക്ഷേ ആ അടി ആ കുതിരവണ്ടിക്കാരൻ്റെ മേത്താണ് വീണത്. ആ വേദന സഹിക്കാതെ നടു റോഡിൽ തന്നെ അവൻ കുതിരവണ്ടിയിൽ നിന്ന് താഴെ വീണു. പിടച്ചോണ്ടാണ് കിടന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ പുത്തൂർ എന്നുള്ള സ്ഥലത്ത് ഒരു രാധാകൃഷ്ണൻ്റെ വലിയ ഒരു ഫേമസ് അമ്പലമുണ്ട്. അപ്പം ഈ പുത്തൂർ കൃഷ്ണ ജയന്തിയുടെ അന്ന് ഈ ഒരു ഭക്തൻ കൃഷ്ണ ജയന്തി ആ ദിവസം മൊത്തം അമ്പലത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. അപ്പം ഈ ഭക്തൻ അവിടെ അമ്പലത്തിലിരുന്ന് കണ്ണടച്ച് തൊഴുതപ്പം ഈ രാധാകൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ നിന്ന് സ്വാമി നിത്യാനന്ദ എണീറ്റ് വരുന്ന പോലെ കണ്ടു. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പം ഓടിപ്പോയി സ്വാമി നിത്യാനന്ദ അടുത്ത് പറഞ്ഞു, ഞാൻ ഇവിടെ അദ്ദേഹത്തിനെ പൂജിക്കണം. ചെയ്തോ എന്ന് പറഞ്ഞ് അന്ന് സ്വാമി നിത്യാനന്ദയെ തന്നെ ഭഗവാൻ കൃഷ്ണനായിട്ട് ഭാവിച്ച് പൂജയൊക്കെ നടത്തി. അപ്പം നേരത്തെ നമ്മൾ ഉത്തർപ്രദേശിൽ നിന്ന് ഒരു ഭക്തൻ വന്ന് സ്വാമി നിത്യാനന്ദയെ സ്വപ്നത്തിൽ അശരീരി കേട്ട് ഇവിടെ വന്ന് കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ശിവൻ്റെ അംശമായിട്ടോ കൃഷ്ണൻ്റെ അംശമായിട്ടോ ഏതെങ്കിലും ഒരു ദൈവീക ശക്തിയുടെ ഒരു അംശമായിട്ടാണ് ഈ അവധൂതന്മാരൊക്കെ ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നത്. അങ്ങനെ അതേപോലെ പുത്തൂരിൽ ഒരു ദിവസം രാത്രി ഒരു വീട്ടിൽ കയറി. അവിടെ അടുപ്പ് പുകഞ്ഞുകൊണ്ടിരിക്കുക, അടുപ്പ് കത്തിക്കുന്നു. അപ്പോഴൊക്കെ വിറകടുപ്പാണല്ലോ. അപ്പം അതിൽ നിന്ന് ഏറ്റവും വലിയ ഒരു കൊള്ളിക്കട്ട, ഒരു വലിയ ഒരു കത്തുന്ന വിറകെടുത്ത് അവിടെ ഉള്ള ഒരു സ്ത്രീയുടെ തലയിൽ ഓങ്ങി ഒരു അടി. ആളുകൾക്ക് അവിടെ വിളിക്കാൻ തുടങ്ങി. പിന്നാണ് മനസ്സിലായേ ആ സ്ത്രീക്ക് അപ്പം മരണം സംഭവിക്കാനിരുന്നതാണ്. ആ മരണത്തിനെ തള്ളിയിടാൻ വേണ്ടി ആണ് ഗുരു അവിടെ പോയതും ആ കത്തുന്ന ആ കൊള്ളിക്കട്ട മര കഷ്ണം എടുത്ത് തലയിൽ അടിച്ചത്. ആ തലയിൽ ഒറ്റ അടി അടിച്ചതോടുകൂടി മരണം സംഭവിക്കാതെ
മരണത്തിനെ തന്നെ മാറ്റി വയ്ക്കാൻ പറ്റി. അങ്ങനെ ഇഷ്ടം പോലെ സ്വാമി നിത്യാനന്ദ കാണിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ പറയപ്പെട്ടിരിക്കുന്നു. എല്ലാം ചേർത്ത് ഒരു ബുക്കായിട്ട് ഇട്ടിരിക്കുന്നു. ആ ബുക്ക് വായിച്ചിട്ടാണ് ഞാനും ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്ന് ഈ വീഡിയോ ഇവിടെ മതിയാക്കാം. അടുത്ത വീഡിയോയിൽ ഞാൻ ഇവിടെ തന്നെ ഇന്ന് തന്നെ ആ വീഡിയോ ഷൂട്ട് ചെയ്യും. അതിൽ കാഞ്ഞങ്ങാട്ടിൽ സ്വാമി നിത്യാനന്ദ നടത്തിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതും ഇവിടെ തന്നെ ഈ കാഞ്ഞങ്ങാട്ടിൽ ഇതേ ഗുരുദേവ് നിത്യാനന്ദയുടെ ആശ്രമത്തിൽ ഇരിക്കുമ്പം തന്നെ അതിൻ്റെ ഷൂട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.